Welcome to Kaula Kitchen Magic Season 3. Kaula Kitchen Magic Season 3-ലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ റൗണ്ട്സുമായി നമ്മളുടെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി സൂപ്പ്ലേ റെഡി. നമുക്ക് കേക്ക് റെഡി ആയി നോക്കാം. ആയിട്ടില്ല. അതിനകത്ത് ഇതിനകത്ത് 2 പ്രാവശ്യം ഫ്ലവറും ബട്ടറും എടുക്കുക. കോൺഫ്ലവർ അല്ല, സാധാ മൈദ. എന്നിട്ട് പാലൊഴിക്കണം. 300 ml പാലൊഴിക്കണം. അത് 300 ml പാല്. ആദ്യം പാലൊഴിക്കുക. ആദ്യം ബട്ടറും ഇതിട്ട് നീ പാലെടുത്ത് വെക്കാം. എന്നിട്ട് കേട്ടോ സൂപ്പിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം കോൺഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. നമ്മുടെ പൊട്ടറ്റോ ക്രോക്കറ്റ്സ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് അത് ഫുള്ള് വെള്ളമൊക്കെ എക്സ്ട്രാ വെള്ളം വന്നെല്ലാം കാണും. കുറച്ച് ബട്ടർ ഇടാം. കോളിഫ്ലവർ ഫ്രൈ കത്തി ഇട്ടിട്ട് അങ്ങോട്ട് പോയതാണ്. അവള് വേറെ എന്തോ ജോലിയിൽ ചിക്കൻ നമ്മളെ ചില്ലി ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രോക്കറ്റ്സിനുള്ള പൊട്ടറ്റോസ് ആണ്. സ്മാഷ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടറിൽ മിക്സ് ചെയ്യണം. ഇനി എന്ത് കോൺഫ്ലവർ ആണ് ചേർക്കണ്ടേ? കോൺഫ്ലവർ അല്ല, ഈ ബട്ടർ അത്ര തന്നെ. ഇവിടെ എന്താ പരിപാടി? ദാദാ ഇതൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്യാം. ഇല്ല, ഒരു കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്തിരുന്ന ആൾക്കാർ അവർ ഒരു ടൈം പറഞ്ഞിട്ടില്ലേ? ആ സമയം ഏകദേശം അടുക്കുന്നു. അവരിപ്പോൾ വരും. അവർ വിളിച്ചിട്ടുള്ള ഗസ്റ്റുകൾ വരും. സോ ടൈം ഈസ് വെരി ലിമിറ്റഡ്. ഇനി എത്ര സമയം കൂടി ഉണ്ടെന്ന വിചാരം? ലീഡറിനെ അറിയിക്കുകയാണ്. ഇനി ഒരു 20 മിനിറ്റ് സമയമുള്ളൂ മാക്സിമം. അതിനകത്ത് നിങ്ങൾ തീർക്കാന്നുള്ളതാണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇനിയിപ്പോൾ താമസിക്കാൻ ഇല്ല. എനിക്ക് കൂട്ടിത്തരുന്നതിൽ വിരോധമില്ല. പക്ഷേ നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അത് മോശമല്ലേ? അവരവരുടെ ഫ്രണ്ട്സിനെ, കുട്ടികളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടേ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ. ചെറിയ കുട്ടികളാണ്. പിന്നെ ശരിക്കും ബട്ടർ ഇല്ലെങ്കിൽ ഓയിലിൽ സോട്ട് ചെയ്യും. ഇതിപ്പോൾ എന്താ ചെയ്യാൻ? ഓയിലിൽ സോട്ട് ചെയ്യും. പോപ്കോൺ ചിക്കൻ ഏതാണ്ട് കരിഞ്ഞ മണമൊന്നും അറിയുന്നുണ്ടല്ലോ. ഇതെല്ലാം കരിഞ്ഞോ? അപ്പുറത്തുനിന്നായിരിക്കും. റെഡ് ടീമിന്റെ ആണോ കരിഞ്ഞ മണം വരുന്നത്? കരിഞ്ഞ മണം വരുന്നുണ്ട്. എന്താ അറിയോ, അവരെല്ലാം ഇവിടെ കൊണ്ടുവെക്കുന്നത്. നിങ്ങളുടെ ഓവനിലാണ് വയ്ക്കുന്നത് അല്ലേ? അവരുടെ ഓവൻ കംപ്ലൈന്റ്. കോളിഫ്ലവർ അതെന്താ ചെയ്യണേ? ചിക്കൻ റോളിനുള്ള ഫില്ലിങ്. മീറ്റ് മസാലയാണോ ഇത്? ആ, ഓക്കെ. പാലിട്ടോ. നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ ഇത് നമുക്ക് നന്നായി സ്മാഷ് ചെയ്യാം. ജസ്റ്റ് ഫ്രൈ സോട്ട് അതുപോലെ സോട്ട് ചെയ്താൽ മതി. ആദ്യം വേവിക്കണ്ട, വെറുതെ സോട്ട് ചെയ്താൽ മതി. അത്ര ഓയിൽ വേണ്ട. ചിക്കൻ്റെ സ്റ്റോക്ക്
നന്നാക്കട അത് ഇതിനകത്ത് ഐസിങ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്താൽ മതി. ഐസിങ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്താൽ മതി. അത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്താൽ അത് ഫ്രൈ ചെയ്യാട്ടെ നവ്യ. അത് ഫ്രൈ പോരെ? മതി 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 അത് ഫ്രൈ മതി. ആ അത് കോളിഫ്ലവർ ഇതേപോലെ സോട്ട് ചെയ്തോ. മതി ഫ്രൈ ചെയ്യണ്ട. വേണ്ട വേണ്ട, കുറച്ച് മൊത്തം വേണ്ട, കുറച്ച് കോളിഫ്ലവർ ഇതേപോലെ സോട്ട് ചെയ്യാം. ബാക്കി ഫ്രൈ ചെയ്തുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കണം. അടുത്തത് മാമോസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരുത്തിയെടുക്കുകയാണ്. ഈ കോളിഫ്ലവർ അതിൻ്റെ മേത്തേക്ക് ഇട്. എന്നിട്ട് ക്യാപ്സിക്കം അറേഞ്ച് ചെയ്ത് മുകളിൽ വൈറ്റ് സോസ് ഇട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നിന്ന് ഞാൻ തണുത്ത് പോകും. ചെറിയ ഫ്ലെയിം കൊടുക്കും. നീ പോയിട്ട് കുറച്ച് സ്ട്രോബെറി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാമോസ് കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കയറുണ്ട്. ആ കയറിന് വേണ്ടിയിട്ടുള്ള മൈദ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു മൈദപ്പൊടിയുടെ കൂടെ കുറച്ച് ഫുഡ് കളർ. അപ്പോൾ നമ്മുടെ ഈ മാമോസ് വൈറ്റും കെട്ടൊരു റെഡ് കളറായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിയത്. ക്രീം ആവൂലേ? ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലേ? കളർഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ ചോക്ലേറ്റ് നീ മെൽറ്റ് ചെയ്യണം. അത് കുറച്ച് വെള്ളം എടുത്ത് നീ ഒഴിച്ച് മാറ്റി നഗറ്റ്സ് അത് കോരി എടുക്കുക. ഒരു 5 minutes. എനിക്ക് നഗറ്റ്സ് ആദ്യം ഒന്ന് ഇത് ഫ്ലോപ്പായി. ഏത് ഒനിയൻ ഡ്രിങ്ക്സ് ടൈമിൻ്റെ ഒരു നല്ല ചൂടായി കിടക്കുക. ഇത് കൊള്ളില്ല കേട്ടോ. സെർവ് ചെയ്യാൻ കൊള്ളില്ല. തണുത്തിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എണ്ണ ചൂടായ എണ്ണ ചൂടുണ്ടോ? കേക്ക് മാത്രമാണ് കൈ കൈ ചിക്കൻ ഒന്ന് വേണം. എണ്ണ തീ കുറയ്ക്കാം. വേഗം വെക്കും. ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെടുത്തോണേ. അത് കഴിക്കും. വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ ആക്കി ആദ്യം ചേച്ചി ആദ്യം 2 ബ്ലോക്ക് മതിയടാ. ചേച്ചി ചീസ് ബോൾസ് ആയോ? ചേച്ചി വിപ്പിംഗ് ക്രീം ഒന്ന് അടിക്കുക. വിപ്പിംഗ് ക്രീം അടിച്ചു വെക്ക്. ഡ്രിങ്ക്സ് സാരി ഇടാം. പിന്നെ സെർവ് ചെയ്യണം. മിക്സ് ചെയ്യണം. ആയോ? ഇതായി കഴിഞ്ഞാൽ ഓണിയൻ റിങ്സ് ആയാൽ നേരെ അത് ചെയ്യും കേട്ടോ. ആയോ? ഓണിയൻ റിങ്സ് മതി. ഇനി ഹാഫ് നമ്മളുടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കേക്ക് മാത്രമേ ഇനി ആവാനുള്ളൂ. ബാക്കി ചിക്കൻ പീസ് ആയി, ചിക്കൻ നഗറ്റ്സ് ആയി, നമ്മളെ ചീസ് പോപ്സ് ആയി, ഒണിയൻ റിങ്സ് ആയി, വെജ് പീസ ആയി. എന്താണ് വെച്ച് ഇതുള്ളിൽ കുറച്ചിട്ടൊക്കെ ഇത് മാക്സിമം കുറച്ച്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഓൾമോസ്റ്റ് ഡൺ. മാക്സിമം ഹാഫ് ആൻ അവർ. ഈ കേക്കും കൂടി ഉള്ളു നമുക്ക്. ബാക്കിയെല്ലാം കഴിഞ്ഞു. വെജും നോൺ വെജും
വൈറ്റ് ചോക്ലേറ്റ് അത് മതിയുടെ മെൽറ്റാവൂല, നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ. കഴിഞ്ഞ ചിക്കൻ കിട്ടും. ടൂത്ത് വേണം. ചേച്ചി ടെൻഷൻ ആവണ്ട, നമ്മൾ ബാക്കിയെല്ലാം റെഡിയാണ്. നഗറ്റ്സ് ആയി, ഓണിയൻ റിങ്സ് ആയി, പിസ്സ ആയി, ചീസ് ബോൾസ് ആയി. ഡ്രിങ്ക്സ് ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. ആ കേക്ക് സ്പ്രൈറ്റ് നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചാൽ പോരെ. വേണ്ട. ഇപ്പോഴേ ഒഴിച്ചാൽ രസം ഉണ്ടാവില്ല. മാമിനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. ചേച്ചി ചോക്ലേറ്റ് ഷേക്കിലൊന്നും ചെയ്യണ്ടല്ലോ, ക്രീം ആഡ് ചെയ്യും. ക്രീം നമുക്ക് വീട്ടിലാക്കിയിട്ട് ഒഴിക്കാം. ലക്ഷ്മി കേക്ക് മണ്ടയ്ക്ക് ബ്രൗൺ. അപ്പം ഞാൻ ലോവർ കോയിൽ മാത്രം ഇട്ടോ. മതി. ബ്രൗൺ ഒന്ന് ഇത് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കും. ബോൾസ് ഒന്നും ഇല്ല ഇവിടെ. കഴിഞ്ഞ ഫ്രൂട്ട്സ് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട്സ് കേക്ക് ബോക്സും ഉണ്ട്. ഡെസേർട്ട് പോലെ. പൈനാപ്പിളും വേറെ ഏതാ ഡിപ്പ് ചെയ്യേണ്ടത്? നട്ട്സും പോലെ, നട്ട്സും ചോക്ലേറ്റ്സ് പോലെ ചെയ്യാം. പിന്നെ പൈനാപ്പിൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഷേപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അവർക്ക് അറിയില്ലായിരുന്നു. ചെറിയ ക്യൂബ്സ് കേട്ടോ. ഭംഗിയുള്ള ക്യൂബ്സ്, ഭംഗിയുള്ള ക്യൂബ്. എത്രയും എത്രയും വേണ്ട. ഓക്കെ. ബൈറ്റ് സൈസ് നമ്മുടെ കുഞ്ഞിൻ്റെ വായിൽ കൊള്ളാം. ഓക്കെ. പിസയായോ? കഴിഞ്ഞോ? ഇല്ലല്ലോ. ബ്രെഡ് ഒന്നും ഇതായാൽ തുടങ്ങി, ബ്രൗൺ ആവാൻ തുടങ്ങി. എടുത്തേക്ക്. ആക്ച്വലി ഈ നട്ട്സ് അങ്ങനെയല്ല ചോപ്പ് ചെയ്യല്ലേ. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ എന്തിനാ ചെറിയ ക്യൂബ്സ് ആക്കാൻ. അങ്ങനെയല്ല ചേച്ചി കാണിച്ചു തന്നോ? ആ ഇത് നമുക്ക് ഡിപ്പ് ചെയ്ത് ചിക്കൻ്റെ മേലെ വെക്കാനുള്ളതാണ്. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ചേച്ചി പൈനാപ്പിൾ ഫൈൻ ചോപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യും? ഫൈൻ ചോപ്പ് ചെയ്യാനല്ല, നീളത്തിലല്ലേ? അതായത് കൊച്ചിൻ്റെ വായിൽ കൊള്ളാമെന്ന്. നമുക്ക് ഒത്തിരി വലുതല്ല, ഒത്തിരി ചെറുതല്ല. അങ്ങനെയല്ല ചേച്ചി, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റിക്കിന്റെ മേലെ സ്റ്റിക്ക്. ഇത് ഇത്ര വേണം. ടൂത്ത് പിക്ക് എന്ത്? ഈ പീസിൽ ഒരു ഇത്ര പീസിൽ ഒരു 10 പീസ് ടൂത്ത് പിക്ക് ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ മുകളിൽ? അതിൽ എന്നാ ടൂത്ത് പിക്ക് എടുത്തോ. കിട്ടിയോ? ഓരോന്നോരോന്ന് കൊണ്ടുവയ്ക്കാം. ജസ്റ്റ് ഒരു 180 ഡിഗ്രി 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ. സാധാരണ ബോട്ടം പാർട്ട് ചൂടുവെള്ളത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ചട്നിയാണെന്ന് വെച്ചാൽ അത് ആ സ്റ്റീം കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പാത്രത്തിൻ്റെ മേളിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വേണം വെക്കാൻ. നമുക്കിപ്പം തൽക്കാലം ഇങ്ങനെ ചെയ്യാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വൈറ്റ് ചോക്ലേറ്റ് ഓക്കെ അല്ലേ? മറ്റേ ചോക്ലേറ്റ് പ്രശ്നം. ഇത് പക്ഷേ കൂടുതൽ പേര് ഇങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയിന്റ്. എങ്ങനെയാ ചേച്ചി ഉദ്ദേശിക്കുന്നത്?
അതിൽ മുട്ടി അങ്ങോട്ട് വയ്ക്കുക. പൈനാപ്പിളിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ ചേർത്തുണ്ടോ? പൈനാപ്പിൾ കട്ട് ചെയ്തോ. പൈനാപ്പിളിൻ്റെ ഇങ്ങനെ റൗണ്ട് സാധനം എടുത്തിട്ട് ജസ്റ്റ് പൈനാപ്പിൾ ഇവിടെ മാം പറഞ്ഞു പൈനാപ്പിൾ 3 കളേഴ്സാണ്. പൈനാപ്പിളിൻ്റെ ഒരു പേർപ്പിൾ, ഓറഞ്ച്, അത് ഇത് കളർ മിക്സ് ചെയ്യും. കളർഫുൾ ആക്കുകയാണ് അല്ലേ? നിങ്ങളുടെ കേക്ക് റെഡി ആയോ? ബേക്കായോ? ഒരുവിധം ആയിക്കഴിഞ്ഞു. പക്ഷെ ഒന്നും തണുത്താലല്ലേ നിങ്ങൾക്ക് ഐസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കേക്ക് എന്തായി? നോക്കോ കേക്ക് എന്തായി? കുട്ടികൾക്കുള്ള ഫുഡായതുകൊണ്ട് ഫുൾ കളർഫുൾ. കളർഫുള്ളോ? എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കുട്ടികൾ ചില്ലറക്കാരൊന്നല്ല. നമ്മൾ നഗുൽ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്യാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. ഇത് ചെയ്യാൻ ആൾക്കറിയാത്തത്. ഈ ചീസ് ഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ജോലിയാണ്. കാരണം എന്താ വെച്ചാൽ വളരെ അധ്വാനമുള്ളൊരു ജോലിയാണ്. ഇപ്പോൾ നമ്മളെ ആരോമം ചെയ്ത് ഇതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ചുകൂടി ഡാർക്ക് കളർ ഉണ്ടാക്കാം. Everyone knows fun rules. What is this? പാവയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ? അത് പിസി ആക്കാനും നോക്കി, പക്ഷേ ബേസ് റെഡി ആക്കാനും ടൈം കിട്ടില്ല. ഓക്കെ, അവരെ പോലെ ബുദ്ധിപരമായിട്ട് ചെയ്യണമെന്നോ? ബ്രെഡ് പീസ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? ബേസ് ബ്രെഡ് ആക്കിയാൽ പോരെ? ചില ബുദ്ധി ഇല്ലാത്തവരുണ്ട്. ചില സമയത്ത് ബുദ്ധിയില്ലാത്ത ഇത് കേക്ക് സെറ്റ് ബേക്ക് ആയിട്ടില്ല ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുത്തി നോക്കിയിട്ട് വന്നു. ഓക്കെയാണ്. അപ്പോൾ ഇത് സ്ട്രോബെറി ആൻഡ് ദിസ് ഇസ് ചോക്ലേറ്റ്. അപ്പോൾ 2 സെപ്പറേറ്റ് കേക്കാണോ? ഇല്ല, ഇതിന് മുകളിൽ ലെയർ ചെയ്യും. ഓൾട്ടർനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ ഇതുകൂടെ എന്താണ് ചോക്ലേറ്റ്? യെസ് മാം. ഇവിടെ ഒരാൾ ഭയങ്കര കളിക്കും. എന്താണ് ഇവിടെ സംഭവിച്ചത്? കേക്കിൻ്റെ ഐസിങ് റെഡിയാക്കി. കേക്കിൻ്റെ ഐസിങ് ചെയ്യുന്നു. ആൻഡ് ഇതെന്താ ചിക്കൻ ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ബോയിൽ ഇല്ല, അത് മറ്റേ ആവശ്യം കഴിഞ്ഞു. റോളിൽ കുറച്ചും കൂടെ ചീസ് ഇട്ടോ മുകളിൽ. അപ്പോൾ റോളിൻ്റെ കാര്യങ്ങൾ ബാക്കിയെല്ലാം ആയോ? റെനോൾഡ് ചെയ്യണേ. റെയ്നോൾഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. യെസ് മാം. അത് നോക്കിക്കോ, അതിനകത്ത് ചീസ് മെൽറ്റായിട്ട് ഒരു ബ്രൗൺ ആകുമ്പോൾ മാറ്റില്ല. അങ്ങനെ നമ്മളുടെ പാർട്ടി ഹാളിൽ എത്തിയിരിക്കുവാണ്. ഭയങ്കര ബർത്ത്ഡേ പാർട്ടി അല്ലേ? വെരി കളർഫുൾ, നല്ല കളർഫുൾ ബലൂൺസ്. ശരിക്കും ഒരു ബർത്ത്ഡേ അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2 ഗ്രൂപ്പും, ദാറ്റ് ഈസ് റെഡ് ആൻഡ് ബ്ലൂ. ഗ്രൂപ്പ് ലീഡേഴ്സ് എന്ത് പറയുന്നു? ഹാപ്പിയാണ്, വിചാരിച്ച പോലെയൊക്കെ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് ദ ഗ്രൂപ്പ് ലീഡർ ഇവിടുത്തെ ആളാരാ? ഹാപ്പിയാണ്. ഓക്കെ, എല്ലാം കണ്ടിട്ട് വളരെ കളർഫുൾ ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഓർഡർ തന്ന ഗസ്റ്റുകൾ വരാറായി. ഓൾമോസ്റ്റ് ദ ഹിയർ എത്തിക്കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. ഓക്കെ, ഹലോ, ഹാപ്പി ബർത്ത്ഡേ മോളു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Devu. Happy birthday to you. Okay.
വെരി ഗുഡ്. അപ്പോൾ ഒരു നല്ല ഒരു ബർത്ത്ഡേ. അപ്പം നിങ്ങളുടെ ഗസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റാണ്. നമ്മളുടെ 2 ടീമും, ദാറ്റ് ഇസ് ബ്ലൂ ആൻഡ് റെഡ് ടീം പറഞ്ഞ ഓർഡർ അനുസരിച്ചിട്ട് ഏതാണ്ട് അവരുടെ ഐഡിയാസൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നന്നായി. കളർഫുൾ അല്ലേ? യു ആർ ഹാപ്പി നോ? ഓ ആണല്ലേ? ഷീ ഈസ് ഓൾസോ വെരി ഹാപ്പി അല്ലേ? The first birthday very big. It's one of an experience. 9th ബർത്ത്ഡേ അടിപൊളിയാക്കി. നോക്കൂ ഇത്ര ഹാപ്പി. അപ്പോൾ അച്ഛനമ്മമാർ ഹാപ്പി, മോളും ഭയങ്കര ഹാപ്പി. അപ്പോൾ നിങ്ങൾക്കും സന്തോഷിക്കാം. എല്ലാവരും വരൂ. ബർത്ത്ഡേ ഗേളിൻ്റെ ചുറ്റും എല്ലാവരും നിന്നോളൂ. സൈഡ് ഓക്കെ. ബർത്ത്ഡേ ഗേള്, അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരും അടുത്തടുത്ത് നിന്നോളൂ, കുഴപ്പമില്ല. അതിന് 2 ആൾക്കാരും എന്താ പറയുക, റെഡ് ടീമിൻ്റെ കേക്ക് വരട്ടെ ആൻഡ് ബ്ലൂ ടീം ബർത്ത്ഡേ കേക്ക് പ്ലീസ്. സ്ട്രോബെറി. ഓ ബർത്ത്ഡേ ഗേളിന് ഇഷ്ടമുള്ള കാര്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ക്യാൻഡിലൊക്കെ കൊണ്ട് വെച്ചോളൂ. ഓക്കെ. Happy birthday to you. That is strawberry and chocolate layered cake. This is pure strawberry, other mixed up. Smaller pieces ആക്കി എല്ലാവർക്കും പ്ലീസ്.
അവിടെ തന്നെ വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ എല്ലാ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് തരും. കഴിക്കാനായിട്ട് യെസ് പ്ലീസ് എല്ലാവരും ഇവിടെ ഫുഡൊക്കെ റെഡി അല്ലേ? ഓക്കെ, രണ്ട് സൈഡിലായിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ പാർട്ടി ഈസ് ഓവർ. അപ്പം നമ്മളുടെ കുട്ടികൾ എല്ലാം സ്വാദൊക്കെ നോക്കി നിങ്ങളുടെ ശരിക്കും എൻജോയ് ചെയ്തു ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന എല്ലാവരും തന്നെ. യെസ്, അപ്പോൾ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ സത്യത്തിൽ കുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഒരു പേപ്പർ കൊടുത്തിട്ട് റെഡ് ആണോ ബ്ലൂ ആണോ അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് എഴുതി അവർ തീരുമാനിക്കും. ദാറ്റ് ഈസ് അങ്ങനെയാണുള്ളത്. ഓക്കെ, ശരി. അപ്പം ശരിക്കും കുട്ടികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പാരൻസിൻ്റെ ഒരു ഒപ്പീനിയനും കൂടി ചോദിക്കണം അല്ലേ? പാരൻസിനും അതൊരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ്. കാര്യം രണ്ടുപേരുടെയും എഫേർട്ട് ഭയങ്കര നല്ലതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടോട്ടലായിട്ട് ഇപ്പം ഐറ്റം വൈസ് രണ്ട് കൂട്ടരും ഒരുപോലെ വർക്ക് ചെയ്തു, ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കും. ദാറ്റ് ഈസ് ആ ഒരു ടൈമിലെ വർക്ക് പാറ്റേൺ, സെർവിങ് ടൈമിലെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം, ആ കാര്യങ്ങളിലെല്ലാം പിന്നെന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ലീഡർഷിപ്പായിട്ട് ചെയ്തത് ഈ ബ്ലൂ ടീം തന്നെയാണ്. റെഡ് ടീമും നല്ല ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ കുറച്ചൊരു ഡിഫിക്കൽറ്റി അവരുടെ വർക്കിംഗ് പാറ്റേണിലുണ്ടായിരുന്നു. ആൻഡ് ഐറ്റമൊക്കെ ഇത് നിങ്ങളുടെയും നല്ല കുറച്ചുണ്ടായിരുന്നു, നിങ്ങളുടെയും നല്ല കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഒരാളുടെ മാത്രം എക്സലൻ്റ് എന്ന് പറയാൻ പറ്റില്ല, രണ്ടിൻ്റെയും അല്ലേ? അങ്ങനെ ഒരു ഒപ്പീനിയൻ ഈക്വലി ഗുഡായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സെർവിങ് പാറ്റേൺ നിങ്ങളെക്കാട്ടിലും കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ ധാരാളം ഉണ്ടാവും. പക്ഷേ ഒരു ടോട്ടാലിറ്റിയിൽ പറഞ്ഞാൽ രണ്ട് ടീമും വിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ബോത്ത് ടീം വിൻസ് ദ ഗെയിം. വി ആർ ഓൾ ഹാപ്പി അല്ലേ? എല്ലാവർക്കും ഒരു
അല്ലേ ആരും ഔട്ടാകുന്നില്ല, ആരും ഇന്നാവുന്നില്ല. നിങ്ങൾ ഇനി അടുത്ത എന്താണ് ഫ്രീസറിലേക്ക് അല്ലെങ്കിൽ 5 പേര് ഒന്നിച്ച് പോകണമെന്ന് പ്ലാൻ ചെയ്താണ്. ആരെയും ഫ്രീസറിലേക്ക് വിടുന്നില്ല. അപ്പോൾ ഹാപ്പി എൻഡിങ് അല്ലേ? യു ആർ വെരി ഹാപ്പി. അപ്പോൾ പാരൻസിൻ്റെ ഫൈനൽ കമൻറ്റ് പറഞ്ഞോളൂ. ഫൈനൽ കമൻറ്റ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ മോളുടെ 9th ബർത്ത്ഡേ വിചാരിച്ചതിലും ഭയങ്കരമായിട്ട് രണ്ട് കൂട്ടരും ഒരു കളർഫുൾ എക്സ്ട്രാ വാഗൻസ് ആയെന്ന് ഞാൻ പറയട്ടെ. ഐ താങ്ക് everybody including the judges. നിങ്ങളുടെ ഫസ്റ്റ് ബുക്കിംഗ് ആയി. അല്ല ഇതൊരു തുടക്കമാണ്, അങ്ങോട്ടേക്ക് പ്രതീക്ഷിച്ചു. ഇതൊരു പ്രൊഫഷണലാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇനി ഒരുപാട് പാർട്ടി ഓർഡേഴ്സ് ഒക്കെ വന്ന് തുടങ്ങും. ഓക്കെ, എനിവേ അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൗണ്ട് ഇപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബോത്ത് ടീംസ് നല്ലൊരു ടീം വർക്ക്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ടീം വർക്ക് ഹാപ്പിയാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തു രണ്ട് കൂട്ടരും. അപ്പോൾ ഇതിലൊരു വിൻ ആൻഡ് ലൂസ് സിറ്റുവേഷൻ ഇല്ല ആക്ച്വലി പറഞ്ഞാൽ. നമ്മളൊരു സന്തോഷത്തോടുകൂടി എൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇതൊരു ഫെസ്റ്റിവൽ പോലെ നമ്മൾ എന്താ പറയുക, ഒരു ആഘോഷമായിരുന്നു. നിങ്ങളുടെ തിരക്കും തിക്കും ഞങ്ങളും അത് എൻജോയ് ചെയ്തു. ഉണ്ടായിരുന്നു. ടീം വൈസ് ഒരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതാണ് എന്തായാലും അത് വളരെ നല്ലൊരു കൺക്ലൂഷനിലെത്തി. എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഒരു റൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും പാർട്ടി റൗണ്ട് ഈസ് ഓവർ. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളും മറ്റ് പുതുമയുള്ള റൗണ്ട്സുമായി വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക.